നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് രണ്ട് കാര്യം സംസാരിക്കാനാണ്. ഒന്ന്, ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് വർക്ക് കൊടുക്കും. ഈ വർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളത് PDF രൂപത്തിൽ നമ്മൾ ലിബർ ഓഫീസ് റൈറ്റർ വെച്ച് PDF രൂപത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന ആ വർക്ക്ഷീറ്റിലേക്ക് തുടർ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, അന്നത്തെ ക്ലാസ്സിൻ്റെ യൂട്യൂബ് ലിങ്ക് ഒരു ചെറിയ ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്താൽ അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്ന യൂട്യൂബ് ലിങ്ക് നമുക്ക് ആ PDF ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വിസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയോ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിൽ അതൊരു ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ ഗൂഗിൾ ഫോമിൽ ഒരു ഫോം തയ്യാറാക്കിയാൽ ആ ഫോമിൻ്റെ ലിങ്കും നമുക്ക് അതേ PDF തന്നെ ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെ എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു PDF നോക്കൂ. ഈ ഒരു രൂപത്തിലുള്ള PDF ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊരു PDF ഫയലാണ്. ജസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം. സോഷ്യൽ സയൻസ് ഓൺലൈൻ ക്ലാസ് വർക്ക്ഷീറ്റ്. ഇതിൽ ഓൺലൈൻ ക്ലാസ് കാണാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളതിൻ്റെ യൂട്യൂബിലേക്ക് ഈ ഒരു വീഡിയോ പോകുന്നത് കാണാം. സോഷ്യൽ സയൻസിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്കാണ് പോയത്. ഇനി അതേപോലെ മറ്റൊന്നുകൂടി ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആ ഒരു PDF ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതാ ഗൂഗിൾ ഫോം ഉപയോഗിച്ചുള്ള ക്വിസിൽ പങ്കെടുക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഓൺലൈൻ ഫോമിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഓൺലൈൻ ക്ലാസ് വർക്ക്ഷീറ്റ് എന്നുള്ള ഒരു ഗൂഗിൾ ഷീറ്റിലേക്കാണ് നമ്മളെത്തിയത്. അപ്പോൾ ഇതെങ്ങനെ ഈ ഒരു PDF ഫയലിൽ ഇതെങ്ങനെ തയ്യാറാക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഞാനത് ഇവിടെ ലിബർ ഓഫീസ് റൈറ്റർ ഓപ്പൺ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ഒരു ഗൂഗിൾ വർക്ക്ഷീറ്റ്, ഒരു ഓൺലൈൻ ക്ലാസ്സിന്റെ വർക്ക്ഷീറ്റ് ഒരു ഗൂഗിൾ ഷീറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ വിക്ടേഴ്സിന്റെ ഞാനൊരു ക്ലാസ് റൂം യൂട്യൂബിന്റെ ഒരു വീഡിയോ യൂട്യൂബ് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാ ഈ ഒരു നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെയുള്ള PDF ഫയൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ഉബുണ്ടുവിൽ ലിബർ ഓഫീസ് റൈറ്റർ ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതവിടെ ചെറിയൊരു വർക്ക്ഷീറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു സാമ്പിളാണ്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് ഉണ്ടാക്കാനുണ്ടാവും. അപ്പോൾ ഇതൊരു സാമ്പിൾ മാത്രമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ആവശ്യമായ കാര്യങ്ങൾ ആഡ് ചെയ്ത് ഭംഗിയായി നിങ്ങൾ ലിബർ ഓഫീസ് റൈറ്റർ ഉപയോഗിക്കുക. ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ് കാണാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ എന്നുള്ളതുണ്ട്. ഇത് ടൈപ്പ് ചെയ്യാൻ എല്ലാവർക്കും അറിയുണ്ടാവും. ടൈപ്പ് ചെയ്ത് ഇതേപോലെ ഉണ്ടാക്കാൻ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്ത് ഇതേപോലെ ഉണ്ടാക്കുക. എന്നിട്ട് ഈ ക്ലിക്ക് ഹിയർ എന്നുള്ള ഇതിലാണ് ലിങ്ക് കൊടുക്കേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനുള്ള യൂട്യൂബ് ചാനലിലേക്ക് പോകണം PDF. അതെങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ ലിങ്കാണ് എനിക്ക് അവിടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ യൂട്യൂബ് വീഡിയോ ആണ്. ഈ വീഡിയോയുടെ ലിങ്കാണ് എനിക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോയിലേക്കാണ് വരേണ്ടത്. ഇവിടെ ഷെയർ എന്നുള്ള ബട്ടൺ ഇവിടെ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇതാ ഒരു ലിങ്ക് ഉണ്ട്. ഇത് സെലക്ട് ചെയ്യുക, കോപ്പി എന്ന് നൽകുക. എന്നിട്ട് ലിബർ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്തു. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്താലാണ് എനിക്ക് ആ ലിങ്ക് വരേണ്ടത്. ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരു ചെറിയ ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ കീയും കൂട്ടത്തിൽ Kയും പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ URL എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് കൊടുക്കുക. ശേഷം അപ്ലൈ നൽകുക, OK നൽകുക. ഇവിടെ ആ ഒരു ലിങ്ക് വന്നു കഴിഞ്ഞു. ഇനി അതേപോലെ ഇവിടെ ഗൂഗിൾ ഫോമിന്റെ ഗൂഗിൾ ഷീറ്റിൽ ഞാൻ ഉപയോഗിച്ചൊരു ക്വിസ് മത്സരത്തിന്റെ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരത്തിന്റെ ലിങ്ക് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാനിത് അതിന് വേണ്ടിയതാ. അതേപോലെ ഞാൻ എൻ്റെ ഗൂഗിൾ ഷീറ്റിൽ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു സാമ്പിൾ ഗൂഗിൾ ഷീറ്റിലേക്ക് ഞാൻ പോകുന്നു. ഇതാണ് ഞാൻ എൻ്റെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഗൂഗിൾ ഷീറ്റ്. ഇവിടെ സെൻഡ് എന്നുള്ള ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതൊരു സാമ്പിൾ മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഞാൻ 3-4 ക്വസ്റ്റ്യൻ വെറുതെ കൊടുത്തു എന്ന് മാത്രം. ഇവിടെ സെൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതിൽ സെൻഡ് ഫോമിൽ ഇവിടെ 2ാമത്തെ ഓപ്ഷൻ ലിങ്ക് കാണുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം കോപ്പി എന്ന് നൽകുക. അതേപോലെ നമ്മൾ ലിബർ ഓഫീസ് റൈറ്ററിലേക്ക് വരുന്നു. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ഈ ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+K പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ പേസ്റ്റ് നൽകുന്നു, അപ്ലൈ, OK. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി അടുത്ത് ഇത് PDF ആക്കുന്ന എങ്ങനെയെന്നുള്ളതാണ്. എല്ലാവർക്കും അറിയുണ്ടാവും. ഫയലിൽ എക്സ്പോർട്ട് ആസ് PDF എന്നുള്ളത് കൊടുക്കുക. ശേഷം എക്സ്പോർട്ട് നൽകുക. ഇവിടെ ഇതിൻ്റെ
പേര് നൽകുക. SS ലിങ്ക് ഷീറ്റ് എന്ന് ഞാനൊരു പേര് നൽകുന്നു. ഡെസ്ക്ടോപ്പിൽ ഇത് സേവ് ചെയ്യുന്നു. നേരത്തെ അതായത് PDF ഓപ്പൺ ആയി വന്നു കഴിഞ്ഞു. ഈ PDFൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് യൂട്യൂബിലേക്കും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഗൂഗിൾ ഫോമിൻ്റെ ആ ക്വിസിലേക്കും പോകുന്നതാണ്. ഇങ്ങനെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്, ആ ഒരു PDF തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചത് PDF ഫയലിൽ ലിങ്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഹൈപ്പർ ലിങ്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗൂഗിൾ ഡോക്സോ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിലുള്ള എന്തെങ്കിലും ഫയലോ അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് വീഡിയോയുടെ ലിങ്കോ ഒക്കെ എങ്ങനെ ഉൾക്കൊള്ളിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് നോക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക.